മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ, അതെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുക്കന്മാര് പറയണതെല്ലാം ശരിയാവണമെന്നുണ്ടോ? അല്ല, അവർ പറയണതെല്ലാം തെറ്റാവണമെന്നില്ല. ഈ കൺഫ്യൂഷന്റെ ഇടയിലാണ് പിള്ളേര് പാടുപെടുന്നത്. അവനവന്റെ മക്കളെ പറ്റിയിട്ട് കാരണവന്മാർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവണം. അപ്പൊ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാള് നമ്മുടെ കൊച്ചിനെ കുറ്റം പറയുമ്പോൾ അവരുടെ കൂടെ നിന്ന് അവനെ കുറ്റം പറയാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയാണ്. എഡിസന്റെ കഥ കേട്ടിട്ടില്ലേ? തോമസ് ആൽവ എഡിസൺ. പുള്ളിക്കാരൻ ഒരു പൊട്ടനാണെന്ന് പറഞ്ഞിട്ടാണ് സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയത്. അത് ആ പറഞ്ഞ അധ്യാപികയുടെ കൂട്ടത്തിൽ കൂടി പുള്ളിക്കാരന്റെ അമ്മയും അവനെ പൊട്ടാന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എഡിസൺ എന്നൊരു ടോപ്പിക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ ഉണ്ടാവില്ല. ഏറ്റവും ചുരുങ്ങിയത് ഈ ബൾബ് ഇട്ടേച്ച് പഠിക്കാനിരിക്കാം എന്ന് പറയുന്ന കാഴ്ചപ്പാട് അത് നടക്കൂല. കാരണം ബൾബ് കണ്ടുപിടിച്ച എഡിസണാ. ആ പൊട്ടൻ അധ്യാപിക പൊട്ടനാന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ ബൾബ് കണ്ടുപിടിച്ച. സച്ചിൻ കൊള്ളൂലല്ലോ പഠിക്കാൻ. പക്ഷെ ഇന്ന് സച്ചിൻ എന്താണ്? നമ്മുടെ മക്കളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് വളരാനും വളർത്താനും ഉള്ള സപ്പോർട്ട് നമ്മൾ കൊടുത്താൽ അവർ കയറി വരും. നിങ്ങൾ അവിടെ മറക്കുന്ന ഒരു കാര്യം, അവരുടെ കോൺഫിഡൻസിന്റെ മേലെ കത്തി വെച്ചിട്ടല്ല അവർക്ക് വളരാനുള്ള അവസ്ഥ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സാഹചര്യം കൊടുക്കേണ്ടത്. നീ പൊട്ടനാണ് 100 തവണ പറഞ്ഞിട്ട് അവന് വളരാൻ എന്തോരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്താലും വളരില്ല. എന്താ അല്ലേ?